അള്ളാഹിനെ കുറിച്ച് പാട്ടോ പ്രസംഗമൊക്കെ കുട്ടികൾക്ക് കേൾപ്പിക്കുന്ന മാതാപിതാക്കൾ എത്ര സദസ്സിലുണ്ട്? നമുക്ക് ദുനിയാവിന്റെ പറമ്പ് കണക്കൂട്ടാൻ സമയമില്ലല്ലോ അല്ലേ? ഒപ്പം ഇരുത്തുക, എന്നിട്ട് അള്ളാഹിനെ റസൂലിനും പറഞ്ഞു കൊടുക്കുക. എത്ര മാതാപിതാക്കളുണ്ട്? അവരാണ് രക്ഷിതാവ്, അവരാണ് രക്ഷിതാവ്. അല്ലാത്തവരോ വാഴക്കന്നുണ്ടാക്കുന്നവരുണ്ടാക്കിയിരുന്നവരാ. ചില മക്കളാണെങ്കിൽ എന്നാ വാഴ കുഴിച്ചിടണമെങ്കിൽ സമയത്ത് കോലെടുക്കും, ഇവരെ കൊണ്ട് അതുമില്ല. അങ്ങനെയുണ്ടാവും. കുട്ടികളെ തലേക്ക് കയറ്റി കൊടുക്കേണ്ടത് ആദ്യം അള്ളാഹിനെ റസൂലിന്, അല്ല ദുന്യാവിന്റെ കുറെ ചക്കരയും മാങ്ങയും കൊപ്പരിയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരു നേട്ടം കിട്ടൂല, ആ കുട്ടികളെ കൊണ്ട് ഒരു നേട്ടം കിട്ടൂല. സ്വഹാബാക്കൾ നമ്മളും വ്യത്യാസമായിരുന്നത്, നമ്മൾ ചൊല്ലി പറയണം ചെയ്യണമൊക്കെ ഓരോ തലയിലും കൽബിലുണ്ടായിരുന്നു. ചിലപ്പോ നമ്മൾ ചെയ്യുന്ന അത്ര അവര് ചെയ്തോളണമെന്നില്ല. കാരണം നമ്മളിപ്പോ കുറെ ഹാഫിളുകളുണ്ട്, അത്രയൊന്നും സ്വഹാബാക്കളിൽ ഹാഫിളുകളില്ല. ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു ഹാഫിളായിരുന്നു, ആയിഷുമ്മ ഹാഫിളായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ എല്ലാ തിങ്കളും വേഴം സുന്നത്തും എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ സ്വഹാബാക്കളും എടുത്തിട്ടൊന്നുമില്ല. അവരിൽ ഒരാളുടെ അമലിൽ ഒരു റക്അത്ത് തൂക്കിയ സ്ഥലത്ത് നമ്മളുടെ 100,000 ആളുകളുടെ റക്അത്തുകളും നിസ്കാരം മൊത്തം തൂക്കിയാലെത്തൂല. എവിടെ വ്യത്യാസം? മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അവരാലെ ബദരീങ്ങളിലെ ആദ്യത്തെ 4 ആളുകൾ വരാം. ആകാശത്ത് 4 ആളുകളെ മുഖറബീങ്ങൾ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ. ആരൊക്കെ? എന്താ മീകായിൽ ജിബ്രീൽ എന്ന് പറയാത്തത്? ഇന്ന് വരെ ആരെങ്കിലും അങ്ങനെ പറയണോ? മീകായിൽ ജിബ്രീൽ എന്ന് പറയണോ? എന്താ അങ്ങനെ ജിബ്രീൽ മുന്തിക്കാൻ കാരണം? ഓരോ നമ്മൾ ചിന്തിക്കണം. സീനിയർ ആയതുകൊണ്ടോ? അല്ല, സീനിയർ ആയതുകൊണ്ട്. സീനിയർ ആയതുകൊണ്ട് മാത്രം മുന്തിക്കുകയാണെങ്കിൽ ഇബ്ലീസിനെ മുന്തിക്കേണ്ടത്. എല്ലാരെക്കാളും സീനിയർ അല്ലേ? സീനിയറിനെ മുന്തിക്കണം, ഹക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ. അല്ല, വയസ്സ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് മാത്രം ഒരു കാര്യമൊന്നുമില്ല. വയസ്സിന് ബഹുമാനമുണ്ട് തക്കവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉലായിക്കല്ല. അല്ലാഹു തആല നമുക്കൊക്കെ തഖ്വ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ എന്താ ജിബ്രീൽ എന്ന് പറയാൻ കാരണം? മീകായിൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി മഴ, ഇടി ഇതൊക്കെയാണ്. അതൊന്നൊരു വിഷയമല്ല, വിഷയമാണ്. പക്ഷെ ജിബ്രീലിന്റെ ഡ്യൂട്ടിന്റെ മുമ്പിൽ വിഷയമല്ല. ഇസ്രാഫീൽ അസ്സലാമിന്റെ ഡ്യൂട്ടി സൂറെന്ന കാളാണ്. അസ്രായിലിന്റെ ഡ്യൂട്ടി റൂഹിനെ പിടിക്കല. ജിബ്രീലിന്റെ ഡ്യൂട്ടി ഇൽമാണ്. ഇൽമിന്റെ സ്ഥാനത്ത് ഇതൊന്നും എത്തൂല. അപ്പൊ എല്ലാരും താഴ്ത്തി. എന്നാ ജിബ്രീൽ അലൈഹി സ്വലാമിന് 1500 കൊല്ലമായിട്ട് ഔദ്യോഗികമായിട്ട് ആ ഡ്യൂട്ടി ഇല്ല, കാരണം വഹി ഇറങ്ങണില്ല. മീകായിൽ അലൈഹി സ്വലാമിന് ഡ്യൂട്ടി ഉണ്ട്, കാരണം എപ്പോഴും പെയ്യും മഴ. അതൊന്നും അള്ള നോക്കിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പണിയെടുത്ത ആളല്ലേ അവരെന്നെ ആദ്യം, ബാക്കിയൊക്കെ താഴെ. ഇൽമിന്റെ മേലെ ഒന്നുമില്ല, ഇൽമിന്റെ മേലെ ഒന്നുമില്ല. ഉണ്ട് എന്ന് കരുതിയാൽ അവൻ വിഡ്ഢിയാണ്, അല്ലെങ്കിൽ പൊട്ടന്മാരെ സ്വർഗത്തിലാണ്. അത് കുട്ടികൾക്ക് കൊടുക്കണം. ഇത് അമർത്തി പറയേണ്ട കാലാണില്ല. വെറും SLC പരീക്ഷ A+, അതിന് അവാർഡല്ല. ഞാൻ ഈ കമ്മിറ്റിയില് ഈ അംഗത്തെ ഞാൻ അഭിനന്ദിക്കാം. എവിടെ മുപ്പര് പോയോ? എന്താ പേര്? ചെറിയവാക്കെ ഹുസൈനക്ക പറഞ്ഞ് മദ്രസയിലെ പഠനം കളയാതെ ഈ SLC പരീക്ഷയിൽ മാർക്കെടുത്ത ആളുകൾ ആൺകുട്ടിയാണ്. അങ്ങനത്തെ ഒന്ന് പറഞ്ഞു കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കാണാം. മദ്രസന്റെ പരിപാടി കാലം ഞാൻ ഇപ്പൊ അടുത്ത് 2 ദിവസം മുമ്പ് അവാർഡ് കൊടുത്തു, 10-12 കൊടുത്തു. അപ്പൊ ഞാൻ അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു, ഇവരൊക്കെ ഇപ്പൊ മദ്രസയിലും 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് ചോദിച്ചു. അതിന് അവാർഡ് ഉണ്ടോ ചോദിച്ചു. അതിന് അവാർഡൊന്നും മദ്രസയിലും 10ാം ക്ലാസ്സിൽ ജയിച്ചിരിക്കണം, സ്കൂൾ SLC ജയിച്ചിരിക്കണം. എന്നിട്ട് അവാർഡ് കൊടുക്കണം അതിനാണ്. ഇതിനോ അപ്പൊ തലയോരെയാണ്. ആര്? മുഅല്ലിമ്. കാരണം എന്താ? തലയില് മുഴുവന് ദുനിയാവ. ഞാൻ അയാളല്ല പറയുന്നത്, നമ്മളൊക്കെ ചിന്തകൾ തന്നെ അങ്ങനെ. ഇപ്പൊ നമ്മള് കുട്ടികളെ കുറിച്ച് ഇപ്പോ നിങ്ങൾ നോക്ക്, ഞായറാഴ്ചയിലെ വിരുന്ന് പോണത്, അന്നല്ലേ കൂടുതൽ സമയം മദ്രസ ഉള്ളത്. ആ വിഷയമല്ല, അന്ന് സ്കൂളില്ല, അപ്പൊ എല്ലാവരും കൂടി വിരുന്ന് പോവുക. സ്കൂളിൽ നിങ്ങൾ ഡൊണേഷൻ കിട്ടണ പോലെ മദ്രസയിൽ എങ്ങാനും ഡൊണേഷൻ വാങ്ങിയാൽ മദ്രസന്റെ ഹാളൊക്കെ പൂട്ടിട്ടുണ്ടായിരുന്നില്ലേ? സ്കൂൾ അഡ്മിഷൻ ഫീസ് കൊടുക്കുന്ന പോലെ മദ്രസയിൽ സദറെ അത്ര ഫീസ് ചോദിച്ചാൽ മദ്രസയിൽ ഒരു കുട്ടിയെ കിട്ടുമോ? ഇവിടുന്ന് നോക്കണം നമുക്ക് ഈമാണ്ടോ ഇല്ലയെന്നൊക്കെ. ബഡായി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അളക്കണം നമ്മളെ ഈമാന്റെ നിലവാരം എന്താണ്. മദ്രസയിലെ ഏതെങ്കിലും ഒരു ഉസ്താദിന് കുട്ടിനെ ഒരു ചൂറിലുമായിട്ടൊന്ന് ഓങ്ങിയാൽ പിന്നെ പിറ്റേന്ന് പറഞ്ഞേക്കുന്നില്ല. സ്കൂളില് മാഷ് കുട്ടിയെ ചൂറിലേറ്റ് പുറത്തടിച്ചിട്ട് എല്ല് പൊട്ടിയാൽ സ്കൂൾക്ക് പറഞ്ഞേക്കും. എന്താ വ്യത്യാസം? ചിന്തിക്കണേ, ചിന്തിക്കണേ. നമ്മുടെ തലയിൽ നമ്മൾ അറിയാതെ മറ്റൊരു ബാത്തിൽ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. നമുക്ക് അന്നം തരുന്നത് വിദ്യാഭ്യാസമാണ്, അന്നം തരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അറിയുന്ന ഉദവിയാണ്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പണിയെടുക്കണ എന്താ? ഖത്തീബും മുദരിസുമാണ്.
അദ്ദേഹം ആ പഠിച്ച അദ്ദേഹത്തിന്റെ ഡിഗ്രി ഉണ്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു നേട്ടം ദുനിയാവ് കിട്ടിയിട്ടില്ല. ആഖിറത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഉണ്ടോ? നോക്കൂ, എന്നാ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? 25 കുട്ടികൾക്ക് ദർശനത്തിന് മുദരിസ്, ആ നാടിനെ ഫത്ഹ് ചെയ്ത ഖതീബ്, പ്രഭാഷകൻ. എന്നോട് ഒരിക്കലും അറിയപ്പെട്ട കേരളത്തിലെ ഒരു ഉദവി, അറിയപ്പെട്ട പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഡിഗ്രി വാങ്ങിയ ആളാണ്, ഈ ഡിഗ്രി മറ്റ് അതുകൊണ്ടൊന്നും ഇന്ന് വരെ ഒരു ഉപകാരം കിട്ടിയിട്ടില്ല. അന്ന് കുറച്ച് കിതാബോധി പ്രസംഗം പഠിച്ച് അതുകൊണ്ട് മാത്രം ഉപകാരം. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണ്ട എന്നല്ല പറയുന്നത്. ഒരു കാര്യങ്ങളൊക്കെ തിരുത്തണം. വിദ്യാഭ്യാസവും അന്നവും തമ്മിൽ ബന്ധമില്ല. വിദ്യാഭ്യാസവും അന്നവും തമ്മിൽ ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ പോത്തിന് പട്ടിണി എടുക്കണുണ്ടോ? പോത്ത് +2 പാസ് ആയിക്കണോ? ഇന്ന് ഞാൻ പെരുമ്പാമ്പിനെ കുറിച്ച് പഠിച്ചു. എല്ലാത്തിനും നമുക്ക് ഒഴിവുണ്ടപ്പോൾ അങ്ങനെ പഠിക്കണമല്ലോ. പെരുമ്പാമ്പിനെ കുറിച്ച് 40 കിലോ വെയിറ്റ് ഉള്ള ഒരു പെരുമ്പാമ്പ്, അതിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ എന്ത് ചെയ്യ, അത് പട്ടിണി എടുക്കണില്ല, അതൊട്ട് +1 പാസ്സായിട്ടില്ല. ഇവിടെ പാറിക്കളിക്കുന്ന പക്ഷികളൊക്കെ ഡിഗ്രി ഉള്ളവരാണോ? അവര് പട്ടിണി കിടന്ന് മരിക്കാറുണ്ടോ? സമുദ്രത്തിൽ സ്രാവടക്കമുള്ള വലിയ വലിയ തിമിംഗലങ്ങൾ അടക്കമുള്ള മത്സ്യങ്ങൾ പട്ടിണി കിടന്ന് കൂടുതൽ മരിക്കാറില്ല, ചാവാറില്ല. കാരണം അവർക്ക് ബിരുദമുള്ളത് കൊണ്ടല്ല, ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ടല്ല, അത് ഏറ്റെടുത്തതാണ് അന്നം ഉമ്മ. ഇനി എല്ലാ ഡിഗ്രിയും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എത്രയെത്ര പണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണ് നിറയാറുണ്ട്. വാതിന് പോകുമ്പോൾ ഒന്നുകിൽ ആദ്യത്തില്ലെങ്കിൽ അവസാനത്തിൽ വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ ഭക്ഷണത്തിന് കയറിയാൽ അവര് ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരിക്കൂല. വിളിച്ചാൽ പറയും ചവക്കാൻ കഴിയില്ല ഉസ്താദേ, നാവിന് ക്യാൻസറാ. മറ്റൊരാള് പറയും കടിക്കാൻ കഴിയില്ല ഉസ്താദേ, പല്ലിന്റെ ഇടയിൽ ക്യാൻസറാ. ചിലര് പറയും ഇറക്കാൻ കഴിയില്ല ഉസ്താദേ, തൊണ്ടക്ക് ക്യാൻസറാ. ചിലര് പറയും കുടിക്കാൻ കഴിയില്ല ഉസ്താദേ, കിഡ്നി രണ്ടും വീക്കാ. ചിലര് പറയും ഒന്നിനും കഴിയില്ല ഉസ്താദേ, ലിവറിന് പഴുപ്പാ. കോടീശ്വരന്മാരാണ്, മറക്കണ്ട. എന്നിട്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്നത് പോലെ പച്ചവെള്ളം ഇറക്കിയിട്ട് നോട്ടുകെട്ട് കയ്യിൽ വെച്ച് കിടക്കുന്ന എത്ര പേരാ. ഇടപെടുന്നതും പള്ളയിലേക്ക് അന്നം തരുന്നതും പണമല്ല, വിദ്യാഭ്യാസമല്ല, അള്ളയാണെന്ന് മറക്കണ്ട. അത് മറന്നുകൊണ്ട് കുട്ടികളെ മദ്രസയിൽ നിന്ന് തടുക്കണ്ട. ഭൗതിക അതിപ്രസരത്തിൽ മുന്നോട്ട് പോകണ്ട. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടേ? വേണം. പക്ഷെ അത് മതി. സാധനം മനസ്സിലായോ? ഭൗതിക വിദ്യാഭ്യാസം നിർത്തണം. നിങ്ങൾക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നുണ്ട്. സാധനമാണ് ഭൗതിക വിദ്യാഭ്യാസം. നിർത്താം. വേണ്ട, അതിന്റെ മേലെ കൊടുക്കതീന്. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഞാൻ ഈടെ അടുത്ത് ബഹുമാനപ്പെട്ട അബൂശാക്കരയുടെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പറയാൻ വേണ്ടി പോയിരുന്നു. കാലും കൈയുമില്ലാത്ത മഹാനായ പണ്ഡിതന് അദ്ദേഹം ഇത്രമേൽ കേരളത്തെ സ്വാധീനിച്ചതും മലയാളക്കരയിൽ അറിയപ്പെട്ടതും ആ നാടിനെ വാനോളം എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടല്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാതിരിക്കാം, ഉറുദു അറിയാതിരിക്കാം, എഴുതാൻ അറിയാതിരിക്കാം, പക്ഷെ അദ്ദേഹം ഡിഗ്രിയുള്ള ആളല്ല, ഭൗതിക വിദ്യാസമ്പന്നനല്ല, ആ അഡ്രസ്സിൽ അറിയപ്പെട്ട ആളുമല്ല. കാലില്ല, കൈയില്ല, പക്ഷെ പ്രശസ്തനാണ്, പ്രതാപിയാണ്. കാരണം ഇൽമാണ്, മദ്രസൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി ഇത് വെക്കേഷൻ വരെയാണ്. കുട്ടികളെ വലിക്കാൻ നിൽക്കണ്ട. കുട്ടികളെ ഇന്ന് വലിച്ച് നമ്മളോട്ട് രക്ഷിതാവാവൂല്ല. രക്ഷിതാവ് തന്നെ രക്ഷപ്പെടുത്തണ്ടേ? എവിടെയാ രക്ഷപ്പെടുത്തേണ്ടത്? ഇന്നത്തെ കാലം ഏതാണ്? ഔദങ്കർക്ക് ഒതുക്കുന്ന കുട്ടീനെ വിളിച്ചിട്ട് കഞ്ചാവ് കൈമാറുന്ന കാലല്ലേ? 1ാം ഷെഫിലുള്ള കുട്ടികളെ പോക്കറ്റ് കൊണ്ടായിട്ട് MDM ഇട്ട് കൊടുക്കുന്ന കാലല്ലേ? പള്ളിയിൽ 1ാം ഷെഫിൽ ഇരിക്കുന്ന കുട്ടിന്റെ പോക്കറ്റിൽ കൊണ്ടുപോയിട്ട് MDM ഇട്ട് കൊടുത്തത് തലയിൽ തൊപ്പിട്ടാണ്. മിഹ്റാബിന്റെ അടുത്തുനിന്ന് ലഹരി കൈമാറുന്ന കാലാണെന്നാണ് പറഞ്ഞതിന്റെ രത്നചുരുക്കം. ഹൗലും കിടക്കുന്ന മിഹ്റാബിന്റെ ഉള്ളിന്ന്, മദ്രസന്റെ വരാന്തയിന്ന്, സ്കൂളിൽ നിന്നൊക്കെ കാലം കഴിഞ്ഞു. സ്കൂളൊക്കെ വ്യാപകല്ലേ? LPയില്, UPയില്, ഹൈസ്കൂളില്, കോളേജിൽ ഇത് നൃത്തമാടല്ലേ? മൊക്കനിട്ട് പെൺകുട്ടികൾ വരെ കുപ്പി വാങ്ങി മടിയില്ലാതെ കുലിക്ക് കൂസലില്ലാതെ കൂളായി കുടിക്കുന്ന കാലമല്ലേ? കാലത്ത് ചിന്തിക്കണേ.
വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. വല്ലദീന തബഊഹു ബിഇഹ്സാൻ, മഹാന്മാരായ മുഹാജിരീങ്ങൾ അൻസാരികൾ അവരെ ഇഹ്സാനോടെ പിൻപറ്റുന്നവർ, അവരെ നല്ല മനസ്സോടെ കണ്ട് അവരെ പൊസിഷൻ അംഗീകരിച്ച് തസ്തിക അംഗീകരിച്ച് അവരെ അതാ പാടിപ്പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ട് അവരെ അതൊറ്റയായി മനസ്സിലാക്കിയിട്ട് അവരെ ഇത്തിബാ ചെയ്യുന്ന ആളുകളില്ലോ റളിയല്ലാഹു അൻഹു, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വറദു, അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൻഹു, അല്ലാഹുവിനെ തൊട്ടും. ഇവരാണ് യഥാർത്ഥ മഹാന്മാർ. അതാണ് ഈമാനിന്റെ ലക്ഷണം. അതിൽ ആദ്യ ബാച്ചിൽ എല്ലാ വിഷയത്തിലോ A+ വാങ്ങി ജേതാക്കളാണ് ബദരീങ്ങളെ. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ ഖദ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദതുൻ കുബ്റാ മൗലായ സല്ലി വസല്ലം. അതിൽ ആണുങ്ങളുണ്ടായിരുന്നു, പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഉമ്മമാരെ, പോർക്കളത്തിലാ ഒരു പെൺകുടി ഓടി വന്നുകൊണ്ട് മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന അമ്പിന്റെ കുറ്റികളെ തന്റെ തല കൊണ്ട് ഹെഡ് ചെയ്തുകൊണ്ട് ഒഴിഞ്ഞു മാറ്റുന്നതിനിടയിൽ ഒരു ശത്രുജിങ്കരൻ വന്ന് അതാ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കൂർത്തമൂർത്ത കുന്തം കൊണ്ട് ഈ മഹദിയുടെ തോളത്തങ്ങ് കുത്തിയിട്ട് ആ കുന്തം താഴ്ത്തിയപ്പോ തോളിന്റെ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് രക്തമങ്ങ് പമ്പ് ചെയ്തപ്പോ മുസ്തഫാന്റെ മുമ്പിൽ യുദ്ധക്കളത്തിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളില്ലേ, ആ പെങ്ങളുടെ പ്രിയപ്പെട്ട മോന് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് തടുക്കാൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ, ഉമ്മയാണടാ കിടന്ന് പടയുന്നത്, രക്തം പമ്പ് ചെയ്യുന്നത് കണ്ടില്ലേ? ഇപ്പോൾ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്പുകൾ തടുക്കേണ്ട സമയമല്ല. ഉമ്മാക്ക് പോയി വെള്ളം കൊടുക്ക്. ഈ പൊന്നുമോന് ഉമ്മായുടെ അടുത്തെത്തിയിട്ട് ഉമ്മായ മടിയിലെടുക്ക. കൈ നീട്ടിയ സമയത്ത് കിടന്ന് പിടഞ്ഞ് വേദന കൊണ്ട് പൊളയുന്ന പ്രിയപ്പെട്ട ആ വനിത പറയുന്നു, പൊന്നുമോനെ, ഇത് ഉമ്മായ ഓർക്കേണ്ട സമയമല്ല, ഉമ്മാന്റെ വായിൽ വെള്ളമൊഴിക്കേണ്ട സമയമല്ല. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്കതാ അമ്പുകൾ കൂർത്തമൂർത്ത് ചീറിപ്പാനി വരുന്നു. അവിടെ പോയി തങ്ങളുടെ മുമ്പിൽ പരിചയായി തടുക്കടാ പൊന്നുമോനെ എന്ന് പ്രിയപ്പെട്ട പൊന്നുമോനോട് കിടന്ന് പടഞ്ഞ് അന്ത്യശ്വാസത്തിന്റെ വക്കിലെത്തി ചക്രശ്വാസം വലിക്കുന്ന പ്രിയപ്പെട്ട വനിത പറഞ്ഞെങ്കിൽ അവരുടെ കൽബിന്റെ ഉള്ളിൽ അല്ലാഹുക്കും അവന്റെ റസൂലിനുമുള്ള സ്വാധീനം എത്രയാ. പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ മക്കളെ യുദ്ധക്കളത്തിൽ ഇട്ട് കൊടുക്കണ്ട. ഇന്ന് ബദറില്ല, ഉഹുദില്ല, ഖന്തഖില്ല, ഹുനൈനില്ല. ഇന്നത്തെ ബദർ ഹയ്യാല സ്വലാ കേൾക്കുമ്പോ പള്ളിയിൽ പോകലാണ്. മഗ്‌രിബേശാക്കടയിൽ ഒരു മണിക്കൂറെങ്കിലും ദർസിന് പറഞ്ഞേക്കലാണ്. സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കലാണ്. നെരിയാണി മുകളിലേക്ക് തുണി കൊടുക്കലാണ്. ബാർബർ ഷാപ്പിൽ പോയിരുന്ന് കട്ടിങ്ങിന് പറയുമ്പോ ജൂതന്റെ പപ്പാച്ചി കുപ്പാച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മര്യാദക്കുള്ള കട്ടിങ് നടത്തലാണ്. മഗ്‌രിബേശാക്കടയിൽ ഖുർആനുമായി ബന്ധപ്പെടലാണ്. മുത്തു മുസ്തഫാന്റെ സ്വലാത്തിൽ നിരതരാകലാണ്. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. Allah 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 sallallahu ala Muhammad.